ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇനി നമുക്ക് നമ്മുടെ മുടി വളർച്ച കൂടാൻ വേണ്ടിയിട്ടും മുടിയുടെ കൊഴിച്ചിലൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഒരു ഹെയർ ടോണർ നമുക്ക് എങ്ങനെയാണ് വീട്ടിൽ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പൊ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുൻപായിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നെങ്കിൽ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു ടോണർ തയ്യാറാക്കാനായിട്ട് നമുക്ക് വെറും ഒരേ ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി കേട്ടോ. അത് നമുക്ക് എങ്ങനെ തയ്യാറാക്കി എടുക്കാന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഹെയർ ഗ്രോത്ത് ടോണർ അല്ലെങ്കിൽ വൈറ്റമിൻ സി ടോണർ തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് പേരയിലയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരേ ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി കേട്ടോ ഈ ഒരു ടോണർ തയ്യാറാക്കാനായിട്ട്. അപ്പോൾ പേരയില എടുക്കുമ്പോൾ അധികം മൂക്കാത്തതായിട്ടുള്ള ഇലകൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. എന്നാൽ നല്ല തളിർത്ത ഇലകളും ആവശ്യമില്ല, ഒരു ഇടത്തരം സൈസിലുള്ള ഇലകൾ വേണം എടുക്കാനായിട്ട്. അതേപോലെ തന്നെ ഈ ഒരു ഇലകൾ എടുക്കുമ്പോൾ ഇതിൻ്റെ ബാക്കിലായിട്ട് ചെറിയ രീതിയിൽ പൂപ്പലോ അതല്ലെങ്കിൽ വല്ല പ്രാണി എട്ടുകാലിയൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നല്ല ഇലകൾ ഇതേപോലെ എടുക്കുക. ഞാനത് ഇതേപോലെ ഒരു 8-10 ഇലകൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു 2 ഗ്ലാസ്സോളം വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവൊക്കെ നമുക്ക് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ. നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാക്കിയിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ ഇതിനനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവൊന്ന് കൂട്ടിയെടുത്താൽ മതി. എന്നിട്ട് നമുക്കിത് ഇതേപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് നേരമെങ്കിലും നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ നല്ല രീതിക്കൊന്ന് മാറി വരും. അപ്പോൾ ഈ ഒരു രീതി ആവണ വരെ നമുക്ക് ഇതേപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതേപോലെ തന്നെ 2 ഗ്ലാസ് വെള്ളമെന്നുള്ളത് നമുക്കൊരു 1.5 ഗ്ലാസ് അല്ലെങ്കിൽ 1 ഗ്ലാസ് ആവുന്ന വരെ ഇതേ രീതിയിൽ നമുക്ക് ഇതിനൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ ചെയ്യേണ്ടത്. നന്നായിട്ടൊന്ന് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് സ്റ്റവ് ഓഫാക്കി വയ്ക്കാം. അതിന് ശേഷം നന്നായിട്ടൊന്ന് തണുക്കണ വരെ അങ്ങനെ വയ്ക്കുക കേട്ടോ. ഇനി നന്നായി തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. നമുക്കൊന്നെങ്കിൽ അരിപ്പെടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ തുണിയിലോ എന്തിലും വേണമെങ്കിലും അരിക്കുക. ഇപ്പം ഞാനിപ്പോൾ വെറുതെ അരിക്കുകയാണ്, കാരണം ഇതിൽ വേറെ പ്രത്യേകിച്ച് ചെറിയ പൊടിയോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല. ആ ഒരു ഇല മാത്രമാണല്ലോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ ഒന്ന് അരിച്ചെടുക്കാം. ഈ ഒരു ടോണർ എങ്ങനെ ഉപയോഗിക്കാന്നുള്ളത് നോക്കാം കേട്ടോ. സാധാരണയായിട്ട് ടോണർ നമുക്ക് കാലത്തോ വൈകിട്ടോ എപ്പോഴാണോ നമ്മുടെ സൗകര്യം അതിനനുസരിച്ചിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പം ഞാൻ ടോണർ ഇപ്പോൾ ഉപയോഗിക്കുന്നത് കാലത്താണ്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിൽ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. കാലത്ത് നേരെ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈകിട്ട് ഉപയോഗിക്കുന്നുണ്ട്. യാതൊരു ബുദ്ധിമുട്ടും പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. ഇനി നീരിറക്കത്തിൻ്റെ ഒക്കെ പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ സമയത്തിനനുസരിച്ചിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമ്മുടെ ഈ ഒരു ടോണർ എടുക്കുക. അത് ഇതേപോലെ നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക കേട്ടോ. നമുക്ക് സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതായിരിക്കും ഒന്നും കൂടി നല്ലത്. അതാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇപ്പം ഞാനിവിടെ ഇതേപോലെ ചെറുതായിട്ട് നമ്മുടെ സ്കാൽപ്പിൽ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പ് ഫുള്ളായിട്ട് നമ്മൾ പാക്കൊക്കെ അപ്ലൈ ചെയ്യുന്ന പോലെ ആവണമെന്നില്ല. എന്നാൽ നമ്മുടെ സ്കാൽപ്പിൻ്റെ ഒരുവിധം എല്ലാ സ്ഥലത്തേക്കും ഈ ഒരു ടോണർ എത്തുകയും വേണം. ആ ഒരു രീതിക്ക് വേണം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് ആയതിനു ശേഷം നമ്മുടെ മുടിയുടെ ലെങ്ത്തിലും ഈ ഒരു ടോണർ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഈ ഒരു ടോണർ നമുക്ക് ഫ്രിഡ്ജിൽ 2 ആഴ്ച വരെ സ്റ്റോർ ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങൾക്ക് കൂടുതലായിട്ട് ഉണ്ടാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയതിന് ശേഷം ഇതുപോലെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഈ ഒരു ടോണർ നമുക്ക് ഉണ്ടാക്കാനായിട്ടും എളുപ്പമാണ്. അതേപോലെ തന്നെ അധികം ഇൻഗ്രീഡിയൻസോ ഒന്നും ആവശ്യമില്ല കേട്ടോ. എന്നാൽ നമ്മുടെ മുടിയുടെ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ നന്നായിട്ട് മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു ടോണറാണ്. വെറും 1 ആഴ്ച കൊണ്ട് തന്നെ നമ്മുടെ മുടിയുടെ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് ഈ ഒരു ടോണർ മാത്രം മതി. അപ്പോൾ നമുക്കിനി ഈ ഒരു ടോണർ കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം കേട്ടോ. പേരയിലയിൽ ധാരാളമായിട്ട് വൈറ്റമിൻ സി, ബി, ബയോട്ടിൻ ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ സി ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കൊളാജൻ്റെ ഉൽപ്പാദനം കൂട്ടാൻ വേണ്ടിയിട്ട് അത് നമ്മുടെ മുടിയുടെ വേരുകളെ നല്ല ബലപ്പെടുത്തി ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും. അതേപോലെ തന്നെ നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, മുടിയുടെ വളർച്ച കൂട്ടാൻ വേണ്ടിയിട്ട്, മുടി പൊട്ടിപ്പോകുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, മുടി നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നുകൂടിയാണ് ഈ ഒരു പേരയില.
കൂടാതെ നമുക്ക് അകാലനര വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി അത് ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ടൊന്ന് ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ മുടിയിൽ പെട്ടെന്ന് തന്നെ എണ്ണമയം ഒന്ന് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നത് കൂടിയാണ് കേട്ടോ ഈ ഒരു ടോണർ. ഈ ഒരു ടോണർ നമുക്ക് ഡെയിലി കാലത്തും അതേപോലെ തന്നെ വൈകിട്ടും ഒരേപോലെ ഉപയോഗിക്കാം കേട്ടോ. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുളിക്കണതിന് മുൻപായിട്ട് വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമായാലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതും വളരെ നല്ലതാണ്. അതേപോലെ തന്നെ തലയോട്ടിയിൽ എന്തെങ്കിലും അണുബാധയോ അല്ലെങ്കിൽ അഴുക്കോ പൊടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് നീക്കം ചെയ്യാനായിട്ടായാലും ഈ ഒരു ടോണർ വളരെ നല്ലതാണ് കേട്ടോ. അങ്ങനെ കുറേ അധികം ഗുണങ്ങളുള്ള ഒരു സാധനമാണ് പേരയില എന്ന് പറയുന്നത്. അത് നമ്മൾ ഡെയിലി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ നമ്മുടെ മുടിയിൽ പലവിധ മാറ്റങ്ങളും കാണാനായിട്ട് സാധിക്കും കേട്ടോ. നമ്മുടെ മുടിയിലെ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ട് സഹായിക്കും. വെറും ഒരാഴ്ച കൊണ്ട് തന്നെ നമ്മുടെ മുടി കൊഴിച്ചിൽ അതേപോലെ തന്നെ മുടിയുടെ വളർച്ച കൂടും. മുടിയുടെ ഉള്ളു കൂടാൻ വേണ്ടിയിട്ട്, മുടിക്ക് നല്ല ബലം കിട്ടാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ മുടി നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പം നിങ്ങളും ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.